എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിക്കണ്ണനെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട് ഒരമ്മമ്മ. എന്താ കേൾക്കാലോ? നമസ്കാരം ശ്രീകുട്ട, ഞാൻ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലാണേ. എങ്ങനെ എഴുതണമെന്നൊന്നും എനിക്കറിയില്ല, അക്ഷരത്തെറ്റുകൾ ഉണ്ടാവും, ക്ഷമിക്കണം കേട്ടോ. എനിക്ക് ഉണ്ണിക്കണ്ണന്റെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിലൊന്ന് പറയുകയാണേ, എനിക്ക് 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളുടെ അമ്മയാണ് കേട്ടോ. ആ 3 പേരും വിവാഹിതരാണ്. മൂത്ത മോൾക്ക് 2 പെൺകുട്ടികൾ. എനിക്ക് വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു ആൺകുട്ടിക്ക് വേണ്ടി കണ്ണനോട് പ്രാർത്ഥിച്ചിട്ടോ. രണ്ടാമത്തെ മകൾക്ക് ആദ്യത്തെ ഇത് പെൺകുട്ടിയാണ്. രണ്ടാമത് അവൾ പ്രഗ്നന്റ് ആയപ്പോൾ ഞാൻ കണ്ണനോട് പ്രാർത്ഥിച്ചു, ഒരു ആൺകുട്ടിയെ തരണേ കണ്ണാ, ഒരു ആൺകുട്ടിയെ തരണേ കണ്ണാ എന്ന് പ്രാർത്ഥിച്ചിട്ടോ. മൂന്നാമത് അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ സമയത്ത് മൂന്നാമത്തെ മകളും ഗർഭിണിയായിട്ടോ. 2 മകൾക്കും 2 മാസത്തെ വ്യത്യാസത്തിൽ അവർ പ്രസവിച്ചു. അനുഭവത്തിലേക്ക് ഇനിയാണ് കടക്കുന്നത്. രണ്ടാളും പ്രഗ്നന്റ് ആയപ്പോൾ ഗുരുവായൂരിലേക്ക് ഞാൻ പോയിട്ടോ. മക്കളും ഉണ്ടായിരുന്നു. തിരക്കിലും തിക്കിലും ഒക്കെ ഭഗവാന്റെ അടുത്തെത്തിയപ്പോൾ എല്ലാം മറന്നുട്ടോ. അങ്ങനെ മേൽശാന്തിയെ കണ്ടു. മേൽശാന്തി ഇരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ കരഞ്ഞു പറഞ്ഞു, ഭഗവാനെ എനിക്കൊരു ഉണ്ണിക്കുട്ടനെ തരണേ എന്ന്. പരിസരം മറന്ന് കരഞ്ഞു പോയിട്ടോ. അങ്ങനെ രണ്ടാമത്തെ പ്രസവിച്ചുട്ടോ. ആൺകുട്ടി സന്തോഷം കൊണ്ട് കരഞ്ഞു. അതുമാത്രം രോഹിണി നക്ഷത്രമായിരുന്നു. മൂന്നാമത്തെ മകള് 56 ദിവസത്തെ മാറ്റത്തിന് കഴിഞ്ഞതിന് ശേഷം പ്രസവിച്ചു. അതും ആൺകുട്ടി. അതിശയം എന്ന് പറയാനുള്ളൂ. അതും രോഹിണി നക്ഷത്രട്ടോ. ഭഗവാന്റെ ഓരോ ലീലകളെ. ഭഗവാൻ എന്നും എൻ്റെ ഉണ്ണിയായി കൂടെ ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീകുട്ട വായിക്കണേ. എന്താ കഥ? 2-3 പേജിലായതുകൊണ്ട് എനിക്ക് ചെറിയൊരു ലാഗ് വന്നുമില്ലേ. പക്ഷേ എന്താ അനുഭവം എന്ന് വെച്ചാൽ, രോഹിണി നക്ഷത്രത്തിലെ 2 ഉണ്ണിക്കണ്ണന്മാരെ അമ്മയ്ക്ക് കൊടുത്തു. എന്നും പറയാനില്ല അല്ലേ. അമ്മയുടെ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾക്കും സന്തോഷമാവുന്ന ഉറപ്പാണ് ഇത് കേൾക്കുമ്പോൾ. വേറെ ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ അധിക ദിവസവും കൃഷ്ണവിഗ്രഹം സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. ഹരേ കൃഷ്ണ.